PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഇൻഷുറൻസ് മേഖല, അതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നീ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ ഏറ്റവും ടഫായിട്ട് വന്നൊരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള PSCയുടെ 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള വിവരങ്ങളാണ് നമ്മൾ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ എക്കണോമിക്സ് ക്ലാസ്സിലെ പണനയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഈ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയിൽ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലാസ് കണ്ടവർക്ക് അതൊക്കെ സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് അറിയിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്തായിട്ട് നടക്കുന്ന പരീക്ഷകളിൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേ പുസ്തകത്തിലെ ഈ നമ്മുടെ എക്കണോമിക്സും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെയും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രസ്താവന ചോദ്യങ്ങളുടെ 20 സെറ്റ് നമ്മുടെ പ്ലേലിസ്റ്റ് ക്വസ്റ്റ്യൻസിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് താമസിപ്പിക്കേണ്ട നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എക്കണോമിക്സ് ഒരു ഹോട്ട് ടോപ്പിക്കാണ്. നിങ്ങൾ ഒന്നും കണ്ടില്ലെങ്കിലും എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും എങ്കിലും നിങ്ങൾ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1818 ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് ആരാണ്? അത് അനിത ഫൗസർ ആണ്. കൊൽക്കത്ത ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ 1818 ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് അനിത ഫൗസർ, കൊൽക്കത്ത. ഇന്ത്യക്കാർക്ക് കൂടി സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? അത് ബോംബെ മ്യൂച്വൽ അഷുറൻസ് സൊസൈറ്റി ലിമിറ്റഡ് ആണ് അല്ലെ. ബോംബെ മ്യൂച്വൽ അഷുറൻസ് സൊസൈറ്റി ലിമിറ്റഡ് 1870 1870. അപ്പോൾ എന്താണ്? ഇന്ത്യക്കാർക്ക് കൂടി സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയാണ് ബോംബെ മ്യൂച്വൽ അഷുറൻസ് സൊസൈറ്റി ലിമിറ്റഡ് 1870. അടുത്തൊരു പോയിന്റ് നോക്കാം. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന്റെ ദേശസാൽക്കരണം പ്രാബല്യത്തിൽ വന്നത് 1973 ജനുവരി 1 ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന്റെ ദേശസാൽക്കരണം പ്രാബല്യത്തിൽ വന്നത് 1973 ജനുവരി 1 ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? അത് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. വർഷം ചോദിച്ചാൽ അത് 1818. ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏതാണ്? ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലെ. അപ്പോൾ ഈ പോയിന്റുകളൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കുക. 1818 ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത് അനിത ഫൗസർ ആണ്, കൊൽക്കത്തയിലാണ്. ഇന്ത്യക്കാർക്ക് കൂടി സേവനം ലഭ്യമാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയാണ് ബോംബെ മ്യൂച്വൽ അഷുറൻസ് സൊസൈറ്റി ലിമിറ്റഡ്. ഇത് 1870. ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിന്റെ ദേശസാൽക്കരണം പ്രാബല്യത്തിൽ വന്നത് അല്ലെ. പ്രാബല്യത്തിൽ വന്ന് ചോദിച്ചാൽ അത് 1973 ജനുവരി 1 1973 ജനുവരി 1 ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ഏത് എന്ന് ചോദിച്ചാൽ അത് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ്. 1818. അപ്പോൾ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് മഹാരാഷ്ട്രയാണ് എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം. എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് രാജസ്ഥാനാണ്. അപ്പോൾ എന്താണ്? എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയും രണ്ടാമത്തെ സംസ്ഥാനം രാജസ്ഥാനുമാണ്. സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് ഇൻഷുറൻസ് ഉൾപ്പെടുന്നത്? തൃതീയ മേഖലയിലാണ്. അത് ഇൻഷുറൻസ് എന്നതൊരു സേവന മേഖലയിലാണ് അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. തൃതീയ മേഖല എന്ന് പറഞ്ഞാൽ അത് സേവന മേഖലയാണ് അല്ലെ. അപ്പൊ സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിലാണ് ഇൻഷുറൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? തൃതീയ മേഖലയിലാണ്. ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച സമയത്തെ പ്രധാനമന്ത്രി ആരാണ് പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു ആയിരുന്നു കേട്ടോ. ജവഹർലാൽ നെഹ്റു. അപ്പൊ എന്താണ്? ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച സമയത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്താണ് അല്ലെ. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ചത്. ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനി ഏതാണ്? അത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയാണ് അല്ലെ. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. എന്താണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രത്യേകത? എന്താണ്? ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സാമൂഹിക സുരക്ഷാ മാസമായി ആചരിക്കുന്ന മാസം ഏതാണ്? അത് ഒക്ടോബർ ആണ് അല്ലെ. അപ്പൊ ഇൻഷുറൻസ് രംഗത്ത് എന്താണ് ഒക്ടോബർ മാസത്തിന്റെ പ്രത്യേകത? ഒന്ന് കണ്ണടച്ചാലോചിച്ച് എന്താണ് ഒക്ടോബർ മാസത്തിന്റെ പ്രത്യേകത? അത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സാമൂഹിക സുരക്ഷാ മാസമായി ആചരിക്കുന്ന മാസമാണ് ഒക്ടോബർ അല്ലെ. അപ്പൊ എന്താണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലെ, LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ സാമൂഹിക സുരക്ഷാ മാസമായി ആചരിക്കുന്ന മാസം ഏതാണ്? ഒക്ടോബർ അല്ലെ. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച സമയത്തെ
പ്രധാനമന്ത്രി അല്ലെ ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഒരെണ്ണം പഠിച്ചല്ലോ, ജവഹർലാൽ നെഹ്റു. എന്താണ് അത്? ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് മേഖലയാണ് അല്ലെ. ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച സമയത്തെ പ്രധാനമന്ത്രി ആരാണ്? അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ്. ഇവിടെ സലീം കുമാർ പറയുന്ന പോലെ മുദ്ര ശ്രദ്ധിക്കണം അല്ലെ. ഇവിടെ ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച സമയത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവും അല്ലെ. ഇനി ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച സമയത്തെ പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയുമാണ് അല്ലെ. കാര്യങ്ങൾ വ്യക്തമായി തന്നെ പഠിക്കുക അല്ലെ. ലൈഫ് ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച സമയത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും നാഷണൽ ഇൻഷുറൻസ് മേഖല ദേശസാൽക്കരിച്ച സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ്. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ് അല്ലെ. കൊൽക്കത്തയിലാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം. ന്യൂ ഇന്ത്യ അഷുറൻസ്, ഇത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം മുംബൈയിലാണ്. മൽഹോത്ര കമ്മിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൽഹോത്ര കമ്മിറ്റി നിയമിക്കപ്പെട്ടത് 1993 അല്ലെ. മൽഹോത്ര കമ്മിറ്റി നിയമിക്കപ്പെട്ട വർഷം ഏതാണ്? 1993. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈയിലാണ്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം ചെന്നൈയിലാണ്. ഇന്ത്യൻ പാർലമെന്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലെ, LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് പാസ്സാക്കിയത് ചോദിച്ചാൽ 1956 ജൂൺ 19 അല്ലെ. അപ്പൊ ലൈഫ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് 1956 ജൂൺ 19 പ്രാധാന്യം എന്താണ്? ഇന്ത്യൻ പാർലമെന്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട് പാസ്സാക്കിയത് 1956 ജൂൺ 19 അല്ലെ. അപ്പൊ അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് അല്ലെ. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പൊ ന്യൂഡൽഹിയിലാണ് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ LIC അല്ലെ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ LICയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് മുംബൈയാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ LICയുടെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആപ്തവാക്യം ഏതാണ്? യോഗക്ഷേമം വഹാമ്യഹം അല്ലെ, വഹാമ്യകം. അപ്പൊ എന്താണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ LICയുടെ ആപ്തവാക്യം ഏതാണ്? യോഗക്ഷേമം വഹാമ്യകം അല്ലെ. അപ്പൊ യോഗക്ഷേമം വഹാമ്യകം ഏത് ഇൻഷുറൻസ് ബാങ്കിന്റെ അല്ലെങ്കിൽ ഇൻഷുറൻസ് ഫേമിന്റെ ആപ്തവാക്യമാണ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആപ്തവാക്യമാണ്. ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ച വർഷം ചോദിച്ചാൽ അത് 1956 ജനുവരി 19 അല്ലെ. അപ്പൊ എന്താണ്? ഇന്ത്യയിലെ ലൈഫ് ഇൻഷുറൻസ് രംഗം ദേശസാൽക്കരിച്ച വർഷം ചോദിച്ചാൽ അത് 1956 അല്ലെ, ജനുവരി 19. LIC നിലവിൽ വന്നത് എന്നാണ്? അത് 1956 സെപ്റ്റംബർ 1 അല്ലെ. LIC 1956 സെപ്റ്റംബർ 1 LICയും തമ്മിലുള്ള ബന്ധം എന്താണ്? 1956 സെപ്റ്റംബർ 1 LIC നിലവിൽ വരുന്നത് അല്ലെ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഹൈദരാബാദ് അല്ലെ. അപ്പൊ എന്താണ്? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ 1999 നിലവിൽ വന്നത്? അത് മൽഹോത്ര കമ്മിറ്റി അല്ലെ. മൽഹോത്ര കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ 1999 നിലവിൽ വന്നത് അല്ലെ. അപ്പൊ എന്താണ്? മൽഹോത്ര കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ 1999 നിലവിൽ വന്നത്. ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിലുള്ള 4 സബ്സിഡിയറി കമ്പനികൾ ഏതൊക്കെയാണ്? അതിലൊന്ന് ന്യൂ ഇന്ത്യ അഷുറൻസ് ആണ്, മറ്റൊന്ന് ഓറിയന്റൽ ഇൻഷുറൻസ്, പിന്നൊന്ന് നാഷണൽ ഇൻഷുറൻസ് ആണ്, പിന്നെ നാലാമത്തേത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ആണ് അല്ലെ. അപ്പൊ എന്തൊക്കെയാണ്? ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷന്റെ കീഴിലുള്ള 4 സബ്സിഡിയറി കമ്പനികൾ ഏതൊക്കെയാണ്? ന്യൂ ഇന്ത്യ അഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, നാഷണൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് അല്ലെ. ഇനി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ അല്ലെ, LICയുടെ ആദ്യ ചെയർമാൻ ആരാണ്? HM പട്ടേലാണ്. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ആദ്യ ചെയർമാൻ HM പട്ടേലാണ്. പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ വർഷം ചോദിച്ചാൽ 1884 ഫെബ്രുവരി 1 അല്ലെ. അപ്പൊ എന്താണ്? പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ വർഷം 1884 ഫെബ്രുവരി 1.
ഇനി ഇപ്പം നമ്മൾ പഠിച്ചത് ഇൻഷുറൻസ് മേഖലയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ചിട്ടാണ് അല്ലേ. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെബിയാണ്. അത് നമുക്കറിയാം അല്ലേ, സെബിയാണ്. സെബിയുടെ ഫുൾ ഫോം എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ പൂർണ്ണരൂപം. അപ്പോൾ സെബിയുടെ പൂർണ്ണരൂപം എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെബി. ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? ഏഷ്യയിലെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അല്ലേ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ്, ഏഷ്യയിലെ എന്നാണ്, ഇന്ത്യയിലെ അല്ല ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഏഷ്യയിലെ ആണ് അല്ലെ. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇത് നമ്മുടെ ഇന്ത്യയിലെ തന്നെയാണ് അല്ലേ. അപ്പൊ ഇന്ത്യയിലെ എന്ന് ചോദിച്ചാലും ഏഷ്യയിലെ എന്ന് ചോദിച്ചാലും ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കുക, എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും മാതാവ് അല്ലെ. നല്ലൊരു പോയിന്റ് ആണ്. എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും മാതാവ് എന്നറിയപ്പെടുന്നത് ആന്റ്വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഏതാണ്? ആന്റ്വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെ. അപ്പൊ ആന്റ്വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും മാതാവ് എന്നാണ് ആന്റ്വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അറിയപ്പെടുന്നത്. ഏത് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ലോഗോയാണ് സ്വസ്തിക? ഏത് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ലോഗോയാണ് സ്വസ്തിക? അത് അഹമ്മദാബാദ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ലോഗോയാണ് സ്വസ്തിക അല്ലെ. സ്വസ്തിക എന്ന ചിഹ്നം നിങ്ങൾക്ക് അറിയാം അല്ലെ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് 1988 അല്ലെ. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതാണ് സെബി എന്നറിയപ്പെടുന്നത് അല്ലെ. സെബി പ്രവർത്തനം ആരംഭിച്ച വർഷം എപ്പോഴാണ്? 1988. ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായത് എവിടെയാണ്? അത് ആന്റ്വെർപ്പിലാണ്. ആന്റ്വെർപ്പിലെ ബെൽജിയം 1460 ഇത് സ്ഥാപിതമാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പഠിച്ചത്? എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും മാതാവ് എന്ന് നമ്മൾ ആന്റ്വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ പഠിച്ചതിന്റെ കാരണമാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയത്. എന്താണ്? ലോകത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത് ആന്റ്വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇത് 1460 ബെൽജിയത്തിലാണ് സ്ഥാപിതമായത്. അതുകൊണ്ടാണ് ഇതിനെ എന്തെന്ന് വിളിക്കുന്നത്? എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെയും മാതാവ് എന്ന് വിളിക്കുന്നത് അല്ലെ. ആന്റ്വെർപ്പ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് ആംസ്റ്റർഡാമിലാണ്. ആംസ്റ്റർഡാം 1602. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതെന്ന് ചോദിച്ചാൽ അത് ആംസ്റ്റർഡാം ആണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് എവിടെയാണ്? ആംസ്റ്റർഡാം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1602 സ്ഥാപിതമാകുന്നത് അല്ലെ. അടുത്ത പോയിന്റ് നോക്കുക, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, നമ്മൾ NSE എന്ന് പറയും അല്ലേ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക ഏത് പേരിൽ അറിയപ്പെടുന്നു? നിഫ്റ്റി എന്നറിയപ്പെടുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക നിഫ്റ്റി എന്നറിയപ്പെടുന്നു. എത്ര കമ്പനികളുടെ ഓഹരികളുടെ വിപണി മൂല്യത്തിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ് നിഫ്റ്റി നിശ്ചയിക്കുന്നത്? അത് 50 അല്ലെ. 50 കമ്പനികളുടെ ഓഹരികളുടെ വിപണി മൂല്യത്തിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ് നിഫ്റ്റി നിശ്ചയിക്കുന്നത്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക. എത്ര കമ്പനികളുടെ ഓഹരികളുടെ വിപണി മൂല്യത്തിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചികയായ സെൻസെക്സ് നിശ്ചയിക്കുന്നത്? അത് 30 അല്ലെ. 30. അപ്പോൾ എത്ര കമ്പനികളുടെ ഓഹരികളുടെ വിപണി മൂല്യത്തിലെ മാറ്റത്തെ അടിസ്ഥാനമാക്കിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചികയായ സെൻസെക്സ് നിശ്ചയിക്കുന്നത്? 30 കമ്പനികളുടെയാണ്. ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ് അല്ലെ. ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? മുംബൈ ആണ്. സെൻസെക്സിന്റെ പൂർണ്ണ രൂപം എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് സെൻസെക്സിന്റെ മുഴുവൻ പേര് അല്ലെ. സെൻസെക്സിന്റെ പൂർണ്ണ രൂപം എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് സെൻസെക്സിന്റെ പൂർണ്ണ രൂപം. സെൻസെക്സ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണെന്നാണ്? സെൻസെക്സ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ദീപക് മൊഹാനിയാണ്. സെൻസെക്സ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ദീപക് മൊഹാനിയാണ്. സെൻസെക്സിന്റെ പൂർണ്ണരൂപം സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചികയാണ് സെൻസെക്സ് എന്ന് അറിയപ്പെടുന്നത് അല്ലെ. ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം ചോദിച്ചാൽ അത് മുംബൈ ആണ്. അടുത്തത്, ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ഇൻഡെക്സ് നിക്കൈ 225 അതേപോലെ ടോപ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. ടോക്കിയോ അല്ലെ. ടോക്കിയോ നമുക്കറിയാം എവിടെയാണ്? ടോക്കിയോ ജപ്പാനിൽ അല്ലെ. ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് എങ്ങനെയാണ് അറിയപ്പെടുന്നത്? നിക്കൈ 225 അതേപോലെ ടോപ്പിക്സ് എന്നാണ് അറിയപ്പെടുന്നത്. ടോക്കിയോ
ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് എങ്ങനെ അറിയപ്പെടുന്നു? നിക്കൈ 225, അതേപോലെ ടോപ്പിക്സ് എന്നറിയപ്പെടുന്നു. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് പ്രേംചന്ദ് റോയ്ചന്ദ് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്ഥാപകൻ പ്രേംചന്ദ് റോയ്ചന്ദ് ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ആദ്യ നാമം എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നാണ്, അല്ലെ? എന്താണ്? ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, അല്ലെ? അടുത്തത്, മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് തെരുവിൽ സ്ഥിതി ചെയ്യുന്നു? ദലാൽ സ്ട്രീറ്റിലാണ്. ദലാൽ തെരുവിലാണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏത് തെരുവിൽ സ്ഥിതി ചെയ്യുന്നു? ദലാൽ സ്ട്രീറ്റിൽ, അല്ലെങ്കിൽ ദലാൽ തെരുവിൽ സ്ഥിതി ചെയ്യുന്നു. ഫെർവാനി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഫെർവാനി കമ്മിറ്റി, ഏതാണ് കമ്മിറ്റിയുടെ പേര്? ഫെർവാനി കമ്മിറ്റി എന്നാണ്. ഫെർവാനി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നിലവിൽ വന്ന സ്ഥാപനമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ കമ്പനി ഏതെന്ന് ചോദിച്ചാൽ അത് ടാറ്റ മോട്ടോഴ്സ് ആണ്, അല്ലെ? ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ കമ്പനി ഏതാണ്? ടാറ്റ മോട്ടോഴ്സ് ആണ്. ബിഗ് ബോർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പൊ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മറ്റൊരു പേരെന്താണ്? ബിഗ് ബോർഡ് എന്നാണ്. ഓഹരി സൂചികയിലെ ഇടിവിനെ സൂചിപ്പിക്കുന്ന പ്രതീകത്തിലെ മൃഗം ഏതെന്ന് ചോദിച്ചാൽ അത് കരടിയാണ്, അല്ലെ? ഓഹരി സൂചികയിലെ ഇടിവിനെ സൂചിപ്പിക്കുന്ന മൃഗം ഏതാണ്? കരടി, അല്ലെ? കരടി. ഇന്ത്യൻ കമ്പനികളുടെ ഷെയറുകളും ബോണ്ടുകളും വിദേശ കമ്പനികൾ വാങ്ങുന്നതിന് പറയുന്ന പേര് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. എന്താണ്? ഇന്ത്യൻ കമ്പനികളുടെ ഷെയറുകളും ബോണ്ടുകളും വിദേശ കമ്പനികൾ വാങ്ങുന്നതിന് പറയുന്ന പേര് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ്. ലണ്ടൻ ഓഹരി വിപണിയുടെ സൂചിക ഏത് പേരിൽ അറിയപ്പെടുന്നു? FTSE എന്നറിയപ്പെടുന്നു, അല്ലെ? ഫിനാൻഷ്യൽ ടൈംസ് ആൻഡ് ദ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ് മുഴുവൻ പേര്, അല്ലെ? FTSEയുടെ മുഴുവൻ പേരെന്താണ്? ഫിനാൻഷ്യൽ ടൈംസ് ആൻഡ് ദ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ്. ലണ്ടൻ ഓഹരി വിപണിയുടെ സൂചിക അറിയപ്പെടുന്നത് FTSE എന്നാണ്. വാൾ സ്ട്രീറ്റ് എന്തിനാണ് പ്രസിദ്ധം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്, അല്ലെ? വാൾ സ്ട്രീറ്റ് എന്തിനാണ് പ്രസിദ്ധം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്. ഓഹരി വിപണിയിലെ ഗവൺമെന്റ് ഓഹരികൾ അറിയപ്പെടുന്നത് ഗിൽഡ് എന്നാണ്. ഓഹരി വിപണിയിലെ ഗവൺമെന്റ് ഓഹരികൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഗിൽഡ് എന്നാണ്. ഗിൽഡ്. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ അത് മുംബൈ ആണ്, അല്ലെ? സെബിയുടെ ആസ്ഥാനം എവിടെയാണ്? സെബിയുടെ ആസ്ഥാനം മുംബൈ ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, അല്ലെ? എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നിലവിൽ വന്നത് 2000-ലാണ്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നിലവിൽ വന്ന വർഷം 2000. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? അത് നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. 1875-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1875-ലാണ്, അല്ലെ? ഇനി അടുത്തതൊരു ബോക്സിൽ കുറിച്ചുള്ള മഹിളാ ബാങ്കിനെ കുറിച്ചിട്ടാണ്. അപ്പൊ മഹിളാ ബാങ്കിനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ചത് 2013-ലാണ്, അല്ലെ? ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ച വർഷം 2013. ഇതിന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ഡൽഹി, അല്ലെ? ആസ്ഥാനം ഡൽഹി. സ്ഥാപിച്ചത് 2013. ഇനി ലോകത്താദ്യമായി മഹിളാ ബാങ്ക് സ്ഥാപിച്ച രാജ്യം ചോദിച്ചാൽ അത് പാകിസ്ഥാനാണ്. ലോകത്താദ്യമായി മഹിളാ ബാങ്ക് സ്ഥാപിച്ച രാജ്യം ഏതാണ്? പാകിസ്ഥാനാണ്. ലോകത്ത് മഹിളാ ബാങ്ക് സ്ഥാപിച്ച രണ്ടാമത്തെ രാജ്യം ചോദിച്ചാൽ അത് ടാൻസാനിയയാണ്, അല്ലെ? ടാൻസാനിയ. ഇനി മഹിളാ ബാങ്ക് സ്ഥാപിച്ച എത്രാമത്തെ രാജ്യമാണ്? ഇന്ത്യ 3ാമത്തെ രാജ്യമാണ്, അല്ലെ? അപ്പൊ 2013-ലാണ് ഭാരതീയ മഹിളാ ബാങ്ക് സ്ഥാപിക്കുന്നത്. ഭാരതീയ മഹിളാ ബാങ്കിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. ലോകത്ത് ആദ്യമായി മഹിളാ ബാങ്ക് സ്ഥാപിച്ചത് പാകിസ്ഥാനും രണ്ടാമത് ടാൻസാനിയയുമാണ്. 3ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെ? ഭാരതീയ മഹിളാ ബാങ്ക് 2000 ഏത് ബാങ്കിലാണ് ലയിച്ചത്? SBIയിൽ, അല്ലെ? ഭാരതീയ മഹിളാ ബാങ്ക് 2013-ലാണ് സ്ഥാപിക്കപ്പെട്ടത്. 2017 അത് SBIയിൽ ലയിച്ചു, അല്ലെ? ഭാരതീയ മഹിളാ ബാങ്കിന്റെ പ്രവർത്തനം അവസാനിച്ചതെന്ന് ചോദിച്ചാൽ 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്കിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു, അല്ലെ? അപ്പൊ ഭാരതീയ മഹിളാ ബാങ്ക് 2013 സ്ഥാപിച്ചു. ആസ്ഥാനം ഡൽഹിയാണ്, അല്ലെ? മഹിളാ ബാങ്ക് സ്ഥാപിക്കുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അത് SBIയിൽ ലയിക്കുന്നത് 2017-ലാണ്. 2017 ഏപ്രിൽ 1 ഭാരതീയ മഹിളാ ബാങ്കിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. മഹിളാ ബാങ്ക് ആരംഭിച്ച ആദ്യ രാജ്യം ചോദിച്ചാൽ പാകിസ്ഥാൻ, രണ്ടാമത്തെ രാജ്യം ടാൻസാനിയ, 3ാമത്തെ രാജ്യം ഇന്ത്യ, അല്ലെ? ഇന്ന് അപ്പൊ ഇത്രയുമാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് സമ്പദ് മേഖലകളാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഇത്രയും മതി. നിങ്ങൾ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് കാണുക. പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക്